ഹലോ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു അതിമനോഹരമായൊരു തോട്ടം കാണിച്ചു തരാനാണ് പോകുന്നത്. ഒരു അടയ്ക്കാത്തോട്ടമാണ് കേട്ടോ. ഇവിടെ അടയ്ക്ക മാത്രമല്ല, തെങ്ങുണ്ട്, റബ്ബറുണ്ട്, പിന്നെ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളകുണ്ട്. അങ്ങനെ അത് മാത്രമല്ല വേറെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പം അതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഈ തോട്ടം വരുന്നത് കർണാടക സ്റ്റേറ്റിലെ ഉടുപ്പി ഡിസ്ട്രിക്റ്റിൽ കുന്താപുര താലൂക്കിൽ ആലൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ്. അപ്പോൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഒരു 30 കിലോമീറ്റർ അടുത്ത് തന്നെയാണ് ഈ തോട്ടം ഉള്ളത്. അപ്പം നമുക്ക് പോയി തോട്ടം കണ്ടിട്ട് വരാം. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വായോ. അപ്പോൾ ഇതാ ഗൈസ്, നമ്മൾ ആ തോട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ തോട്ടം. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് റബ്ബർ തോട്ടമാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്ത് വേറെ എന്തൊക്കെയാണുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ടും കാണണം. കാരണം ഇതുപോലൊരു തോട്ടം കാണാൻ കിട്ടുന്നത് തന്നെ വളരെ ചുരുക്കമാണ്. അത്രയ്ക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു തോട്ടമാണ് കേട്ടോ. ഇത് മൊത്തത്തിൽ 16 ഏക്കർ സ്ഥലമുണ്ട്. ടോട്ടലായിട്ട് 16 ഏക്കറാണ് ഈ സ്ഥലമുള്ളത്. അതിൽ ഈ കാണുന്നതാണ് റബ്ബർ തോട്ടം. അപ്പോൾ ഈ റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കായിട്ടൊരു റോഡ് പോകുന്നുണ്ട്. ഈ സ്ഥലത്തൊരു ചെറിയ വീടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റോഡ് നേരെ ചെല്ലുന്നത് ആ വീട്ടിലോട്ടാണ്. ആ വീട് വരെ ഉണ്ട് കേട്ടോ റോഡ്. ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ 1500 റബ്ബർ മരങ്ങളാണുള്ളത്. അതെല്ലാം ടാപ്പിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ റബ്ബർ മരങ്ങളൊക്കെ പ്ലാന്റ് ചെയ്തിട്ട് ഒരു 16 വർഷമായിട്ടോ. 16 വർഷം പ്രായമുള്ള റബ്ബർ മരങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ ഒരു 9 ലക്ഷം വരെയൊക്കെ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു റബ്ബർ തോട്ടമാണിത്. ഇതിനകത്ത് കൂടുതലായിട്ടും ഉള്ളത് 414 വെറൈറ്റിയുടെ റബ്ബർ മരങ്ങളാണ് കേട്ടോ. പിന്നെ ഈ സ്ഥലത്തിന് ചുറ്റും കമ്പിവേലി കെട്ടിയിട്ടുണ്ട്. ആലൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ടൗൺ ആണ് കേട്ടോ ഇവിടെ അടുത്തുള്ളത്. അവിടെ നിന്നൊരു 2 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ നമ്മൾ റബ്ബർ തോട്ടം കണ്ടു, അതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടയ്ക്കാത്തോട്ടമാണ്. അപ്പോൾ ഇത് നമ്മൾ താഴോട്ട് വരുമ്പം ഇവിടെ അടയ്ക്കാത്തോട്ടം തുടങ്ങുവാണ് കേട്ടോ. ഇതിൽ മോഹിത് നഗർ, മംഗള, ശ്രീമംഗള ഈ 3 വെറൈറ്റിയുടെ അടയ്ക്കാമരങ്ങളാണ് കേട്ടോ ഉള്ളത്. ഇതിലിപ്പോൾ അടയ്ക്ക കായ്ക്കുന്ന മരങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ചെറിയ തൈകളും വെച്ചിട്ടുണ്ട്, പുതിയതായിട്ട് തൈകളൊക്കെ വെച്ചിട്ടുണ്ട് ഇടയ്ക്കൂടെ. 16 വർഷമായിട്ടുള്ള മരങ്ങളും ഉണ്ട്, പിന്നെ 3 വർഷമായിട്ടുള്ള മരങ്ങളും ഉണ്ട് കേട്ടോ. അതിൽ 16 വർഷമായിട്ടുള്ളത് 3500 മരങ്ങളാണുള്ളത്. ഇപ്പം കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഈൽഡിങ് കിട്ടിക്കൊണ്ടിരിക്കുന്ന മരങ്ങളാണ്. 16 വർഷമായിട്ടുള്ള 3500 മരങ്ങളാണുള്ളത്. പിന്നെ 3 വർഷമായിട്ടുള്ള ഇപ്പം പുതിയതായിട്ട് വെച്ചിട്ടുണ്ട്, 3 വർഷമായത്. പിന്നെ നിങ്ങൾക്ക് ഈ തോട്ടം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എത്ര നന്നായിട്ടാണ് ഇതിൻ്റെ ഓണർ ഈ തോട്ടം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന്. കറക്റ്റ് സമയത്ത് വളയിടലായാലും മരുന്നടിക്കലായാലും പിന്നെ കാട് വെട്ടലായാലും ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു തോട്ടമാണ്. പിന്നെ നല്ല നീറ്റായിട്ടാണ് തോട്ടമൊക്കെ ഇട്ടിരിക്കുന്നത്. ഈ അടയ്ക്കാത്തോട്ടത്തിൽ നിന്ന് അപ്രോക്സിമേറ്റ്ലി ഒരു 120 കിൻഡൽ വരെ ഒരു വർഷം കിട്ടുന്ന ഒരു തോട്ടമാണ് കേട്ടോ ഇത്. അടയ്ക്കാത്തോട്ടമാണ് കേട്ടോ. പിന്നെ കറക്റ്റ് സമയത്ത് മരുന്നൊക്കെ അടിക്കുന്നതുകൊണ്ട് തന്നെ രോഗങ്ങളും വളരെ കുറവാണ് കേട്ടോ ഈ തോട്ടത്തിൽ. പിന്നെ അതല്ലാതെ വളമൊക്കെ ആണെങ്കിലും കറക്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല കായ്ഫലമുള്ള ഒരു തോട്ടമാണ്. കൃഷിയോട് താല്പര്യമുള്ളവർക്കൊക്കെ ഈ തോട്ടം കാണുമ്പോൾ വളരെയധികം ഇഷ്ടമാവും കേട്ടോ. കാരണം ഇത് കാണുമ്പോൾ തന്നെ അറിയാം അത്ര നന്നായിട്ട് കൊണ്ടുപോകുന്ന ഒരു തോട്ടമാണെന്ന്. അതുകൊണ്ട് തന്നെ നല്ല ആദായം ഈ തോട്ടത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ കൃഷിയോട് താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ, തോട്ടം ഇഷ്ടപ്പെടുന്നവരാരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ഈ തോട്ടം വിൽക്കാനും ഇതിൻ്റെ ഓണർക്ക് താല്പര്യമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് വിൽക്കാൻ മനസ്സുണ്ടായിട്ടല്ല വിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ സ്ഥലം വാങ്ങിച്ചപ്പോൾ ഇവിടെ ഒന്നുമില്ലായിരുന്നു. ഒരു ചെറിയ വീടും പിന്നെ ഒരു കിണറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അദ്ദേഹം കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയതാണ്. ഇത്രയും വലിയ തോട്ടമൊക്കെ ഉണ്ടാക്കിയെടുത്ത് അദ്ദേഹം കഷ്ടപ്പെട്ട് പണിയെടുത്താണ് ഇത്രയൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ വിൽക്കാൻ തീരെ മനസ്സില്ല. പിന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ട് വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ്. കാരണം ഇപ്പം
അദ്ദേഹത്തിന് വേറൊരു സ്ഥലം കൂടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഓണർക്ക് വേറൊരു സ്ഥലം കൂടി ഉണ്ട്. അവിടെ പുതിയ വീടൊക്കെ പണിത് അവിടെയും തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും നോക്കണം. ഇപ്പോൾ അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഇവിടെയായിട്ട് നോക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ സ്ഥലം ആ സ്ഥലമായിട്ട് 10 കിലോമീറ്റർ അകലമുണ്ട്. അപ്പം ദിവസം യാത്ര ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇതിപ്പോൾ വിൽക്കാൻ വെച്ചത്. പിന്നെ ഇതേ തോട്ടത്തിൽ ഇതുപോലെ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുറച്ച് കൊടിയുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഇത് തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തേക്കണതുകൊണ്ട് തന്നെ ഇതിന് രോഗങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. പിന്നെ നന്നായിട്ട് വെള്ളമൊക്കെ വേണ്ടി വരും. ബാക്കി രോഗങ്ങളൊക്കെ തീരെ കുറവായിരിക്കും കേട്ടോ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കൊടിക്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കൊടി നട്ടുപിടിപ്പിക്കുന്നതാണ് കേട്ടോ താല്പര്യം. കാരണം ഇതിന് രോഗങ്ങൾ കുറവായിരിക്കില്ല. മറ്റേ കൊടി അല്ലാതെ നമ്മൾ കൊടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേരിൽ നിന്നും വരുന്ന രോഗങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതാവുമ്പം അങ്ങനെയുള്ള പേടി വേണ്ട നമുക്ക്. വേരിൽ നിന്നൊന്നും പെട്ടെന്ന് രോഗങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ഈ കൊടിയിൽ നിന്നും ഒരു വർഷം ഒരു 4 കിൻഡലൊക്കെ കുരുമുളക് കിട്ടാറുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് നോക്കുവാണെങ്കിൽ ഒരു 50 തൊട്ട് 60 ലക്ഷം വരെ ഇൻകം കിട്ടുന്ന ഒരു അടിപൊളി തോട്ടമാണ് കേട്ടോ ഇത്. കാരണം ഫുൾ ആദായം കിട്ടുന്ന ഒരു തോട്ടമാണ്. ഇനിയിപ്പം ഇത് വാങ്ങിക്കുന്നവർക്കാണെങ്കിലും ഇത് നോക്കിയെടുത്ത് അതിനുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി. കാരണം ആദായം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു തോട്ടമാണ്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ തോട്ടത്തിലോട്ട് വെള്ളം വിടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ സ്പ്രിങ്ക്ലെയർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുവഴിയാണ് വെള്ളമൊക്കെ വിടുന്നത്. പിന്നെ ഇവിടെ വെള്ളത്തിനൊന്നും ഒരു പഞ്ഞവും ഇല്ല കേട്ടോ. ഇവിടെ നല്ല അതിമനോഹരമായിട്ട് വിശാലമായിട്ടുള്ളൊരു പുഴയുണ്ട്, നല്ലൊരു പുഴയുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ തോട്ടത്തിൻ്റെ താഴെയായിട്ട് നീളത്തിലൊരു പുഴ പോകുന്നുണ്ട്. പിന്നെ മുകളിലായിട്ട് റോഡും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പുഴ. ഇത് മഴക്കാലത്തൊക്കെ നല്ല വെള്ളം കയറുന്ന ഒരു പുഴയാണ് കേട്ടോ. നല്ല കല്ലുകളൊക്കെ ഉള്ള ഒരു പുഴയാണ്. നല്ല രസമാണ് കേട്ടോ ഇവിടെ കുളിക്കാനൊക്കെ. അപ്പോൾ ഈ പുഴയിലെ വെള്ളം ഒരിക്കലും അങ്ങനെ പറ്റാറില്ല കേട്ടോ. ഇതുവരെ പറ്റിയിട്ടില്ല. ഈ പുഴയിൽ നിന്നാണ് തോട്ടത്തിലേക്കൊക്കെ വെള്ളം എടുക്കുന്നത്. ഈ പുഴയല്ലാണ്ട് വേറെ കിണറുണ്ട്, പിന്നെ ബോർവെല്ലും അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. അതിൽ നിന്നും വെള്ളം എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം പുഴയിൽ തന്നെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അപ്പോൾ പുഴയിൽ നിന്ന് തന്നെയാണ് തോട്ടത്തിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കിണർ. ഇവിടെ ഒരു ചെറിയ കിണറുണ്ട്. അപ്പോൾ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് വെള്ളമൊക്കെ ഈ കിണറ്റിൽ നിന്നാണ് എടുക്കുന്നത്. ഇത് ഈ സ്ഥലം വാങ്ങിച്ചപ്പോൾ തൊട്ടുള്ള കിണറാണ് കേട്ടോ. പിന്നെ ഈ കിണറ്റിലും വെള്ളം ഒരിക്കലും പറ്റാറില്ല കേട്ടോ. നല്ല വെള്ളമുള്ളൊരു കിണറാണ് ഇത്. അപ്പോൾ ഇത്രയൊക്കെ വെള്ള സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും വെള്ളത്തിൻ്റെ ഒരു കുറവ് ഈ തോട്ടത്തിൽ വരത്തില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബോർവെല്ല്. അപ്പോൾ ഇതുവരെ യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഈ സ്ഥലത്ത് കുറച്ച് തെങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങ ഈ തെങ്ങിൽ നിന്നും കിട്ടും. പിന്നെ വെളിച്ചെണ്ണ ഉണ്ടാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അടയ്ക്കയൊക്കെ ഉണങ്ങാനിട്ടിരിക്കുന്നത്. ഇവിടെ അടയ്ക്ക ഉണങ്ങാനൊക്കെ ഇഷ്ടംപോലെ കളം ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടെ അടയ്ക്ക ഉണങ്ങാനൊക്കെ. പിന്നെ അത് പോരാഞ്ഞിട്ട് ഒരു സോളാർ ഡ്രയറും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരെണ്ണമല്ല 2 എണ്ണം ഉണ്ട്. വേറെ ഒരെണ്ണം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഒരു സോളാർ ഡ്രയർ. അപ്പോൾ മഴക്കാലത്ത് നമുക്ക് ഇതിനകത്തിട്ട് അടയ്ക്കയോ എന്ത് വേണേലും കുരുമുളകോ എന്ത് വേണേലും ഉണങ്ങിയെടുക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കുരുമുളകൊക്കെ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സൗകര്യമുള്ളൊരു സ്ഥലം ഇനി വേറെ എവിടെ കിട്ടുമല്ലേ. അപ്പോൾ ഇതൊരു സോളാർ ഡ്രയറാണ്. ഇനി വേറെ ഒരെണ്ണം അപ്പുറത്തുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് വേറൊരു സോളാർ ഡ്രയർ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് അടയ്ക്കയൊക്കെ ഉണങ്ങാനിട്ടിട്ടുണ്ട് കണ്ടോ. പിന്നെ ഷീറ്റ് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് അവിടെ സൈഡിലൊരു തട്ടൊക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. ഷീറ്റ് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പം മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ, ഇതുപോലെ സോളാർ ഡ്രയറൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് അത് 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് റബ്ബർ ഷീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് 2 റോളറുണ്ട്. അപ്പോൾ ഒരെണ്ണം അച്ചിൻ്റെ റോളറും ഒരെണ്ണം അച്ചില്ലാത്ത റോളറുമാണ്. അപ്പോൾ ഇത് പുതിയ റോളർ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ മോട്ടറും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ കറക്കി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് അറിയാലോ എല്ലാവർക്കും, മോട്ടറിൽ തന്നെ വർക്ക് ചെയ്യും. പിന്നെ ആവശ്യത്തിനുള്ള ഡിഷുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. റബ്ബറിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റബ്ബറിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ഷെഡ്. പിന്നെ ഇവിടെ അടയ്ക്ക പൊളിക്കുന്ന മെഷീനും ഉണ്ട്.
ഇത് ഉണക്ക അടയ്ക്ക പൊളിക്കുന്ന, അതായത് ഗോട്ടടയ്ക്കൊക്കെ ഇല്ലേ, ഗോട്ടടയ്ക്ക, ഉണക്ക അടയ്ക്ക പൊളിക്കുന്ന മെഷീനാണ്. അതുകൊണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇതൊരു ചെറിയ തൊഴുത്താണ്. ഇത് പണ്ട് തൊട്ടേ ഉള്ളൊരു തൊഴുത്താണ്. അപ്പോൾ ഇവിടെ നമ്മുടെ അടയ്ക്കയുടെ പണിയൊക്കെ ഈ ഒരു സ്ഥലത്താണ് ചെയ്യുന്നത്. പിന്നെ തൊഴുത്തിൽ പശുവൊക്കെ ഉണ്ട്. അപ്പോൾ അടയ്ക്കയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവിടെ ഒരു ചെറിയ സ്ഥലമുണ്ടല്ലോ, അവിടെയാണ് അടയ്ക്കയുടെ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത്. പിന്നെ ഇതും അടയ്ക്ക ഉണങ്ങാനിട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അടയ്ക്ക ഉണങ്ങാനൊക്കെ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. അടയ്ക്കാക്കളം ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു വലിയ ഗോഡൗൺ പണിതിട്ടുണ്ട്. ഇതും പുതിയതായിട്ട് പണിതാണ് കേട്ടോ. വലിയൊരു ഗോഡൗൺ ആണ്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇഷ്ടംപോലെ നമുക്ക് എന്ത് വേണേലും സ്റ്റോക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതാ ഇതിൻ്റെ അകത്ത് അടയ്ക്കയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സൗകര്യമുള്ളൊരു ഗോഡൗൺ ആണ്. ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്കിതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അടയ്ക്ക മാത്രമല്ല, വേറെ എന്ത് വേണേലും നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെ അതിന് മാത്രം ഇഷ്ടംപോലെ സ്പേസ് ഉള്ളൊരു ഗോഡൗൺ ആണ് ഇത്. പിന്നെ ഇതാ ഇവിടെ ഒരു ചെറിയ വീടുണ്ട് കേട്ടോ. ഈ വീട്ടിനകത്ത് 2 റൂമും പിന്നെ ഒരു കിച്ചന്, ടോയ്ലറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കി നമ്മുടെ പണിക്കാർക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു തട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ അതിമനോഹരമായ തോട്ടം. അപ്പം എല്ലാവരും കണ്ടല്ലോ അല്ലേ ഈ തോട്ടം. അപ്പം കൃഷി ഇഷ്ടപ്പെടുന്നവർ, തോട്ടം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ സ്ഥലം എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾക്ക് ഈ തോട്ടം വന്ന് കാണണമെങ്കിൽ കാണാം. എല്ലാ സൗകര്യങ്ങളും ഉള്ള അതിമനോഹരമായൊരു തോട്ടമാണിത്. ഈ തോട്ടം വാങ്ങിക്കുന്നവർക്കൊരു ലോട്ടറി അടിച്ച പോലെ ആയിരിക്കും. കാരണം ഇതിലെ ആദായം എടുത്ത് അത് തോട്ടമൊക്കെ നോക്കി പറിക്കും. നല്ല സുഖമായിട്ട് കഴിയുക ഇതിനകത്ത്. അത്ര നല്ലൊരു തോട്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ തോട്ടത്തിലോട്ട് കയറുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആവും, നമ്മുടെ മനസ്സ് നിറയും. അത്രയ്ക്കും ഭംഗിയായിട്ടുള്ളൊരു തോട്ടമാണ് കേട്ടോ. അപ്പോൾ ഈ തോട്ടമൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. ഒരു വർഷം 50 തൊട്ട് 60 ലക്ഷം വരെ ആദായം കിട്ടുന്ന ഒരു തോട്ടമാണിത്. പിന്നെ കൃഷിയോട് താല്പര്യമുള്ളവരൊക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ ഇത് വിൽക്കാനും ഇതിൻ്റെ ഓണർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ തോട്ടം കാണാനോ അല്ലെങ്കിൽ ഇത് മേടിക്കാനോ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളവർ കോണ്ടാക്ട് ചെയ്താൽ മതി. ഞാൻ ഇതിൻ്റെ ഓണറിൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ആവശ്യമുള്ളവർ വിളിച്ച് എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാം. പിന്നെ ഞാൻ കമൻറ്റിലും പിൻ ചെയ്തിട്ടേക്കാം കേട്ടോ, നമ്പറും കാര്യങ്ങളൊക്കെ. അപ്പം എന്തെങ്കിലും ആവശ്യമുള്ളവർ വിളിച്ച് ചോദിക്കുക. പിന്നെ ഇതിൻ്റെ ഓണർ ഒരു മലയാളിയാണ് കേട്ടോ. അപ്പം മലയാളത്തിൽ തന്നെ ചോദിക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ, സീ യു.